ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലെ ലോകാത്ഭുതമായ മാച്ചു പിച്ചു കണ്ടുവരുന്ന വഴിയാണ് ഞാൻ പനാമ ഇറങ്ങുന്നത്. മനസ്സിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഒരുപാട് കാലമായിട്ട് കാണാൻ കൊതിച്ച, എന്നും വിസ്മയത്തോടു കൂടി മാത്രം കേട്ടിട്ടുള്ള എഞ്ചിനീയറിംഗ് വിസ്മയമായ പനാമ കനാൽ കാണുക എന്നത്. എനിക്കിവിടെ 12 മണിക്കൂറാണ് ട്രാൻസിറ്റ്. ഈ 12 മണിക്കൂറിനുള്ളിൽ പനാമയിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. Dear passengers, welcome to Panama. Local time 5:53 in the morning. ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്നല്ലേ, ഓക്കെ. പനാമ ഇന്ന് രാവിലെ 7 മണിക്ക് ഇവിടെ എത്തി. വൈകുന്നേരം 7:50 തിരിച്ച് ഫ്ലൈറ്റ് ഉണ്ട്. ഏകദേശം ഒരു 12 മണിക്കൂർ ട്രാൻസിറ്റ് ഉണ്ട്. ഈ 12 മണിക്കൂറിൽ മെയിൻ കാണാനുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ പനാമ കനാലാണ്. അത് കൂടാതെ വേറെ എന്തൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. എയർപോർട്ടിൽ നിന്ന് ഊബർ എടുത്ത് സിറ്റിയിൽ വന്നു. ഇവിടുന്ന് ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ട്രിപ്പ് എടുക്കണം. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് എടുത്താലാണ് നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാക്സിമം പനാമ കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ച് ടിക്കറ്റ് എടുത്ത് ഒരു ബസ് കയറിയിരുന്നു യാത്ര ആരംഭിച്ചു. പനാമ എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ അമേരിക്കയിലാണ്. ബോർഡറുകളായിട്ട് വരുന്നത് കോസ്റ്റാറിക്ക, കൊളംബിയ, പിന്നെ കരീബിയൻ കടലും പസഫിക് ഓഷ്യനും. പനാമക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1821 സ്പെയിനിൽ നിന്നുമാണ്. പിന്നെ അവർ കൊളംബിയയിൽ ചേർന്നു, കൊളംബിയ രാജ്യത്തിൻ്റെ ഭാഗമായി. 1903 കൊളംബിയയിൽ നിന്നും അമേരിക്ക ഇവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത്. അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരുന്നു. മെയിൻ കാരണമായിരുന്നു പനാമ കനാൽ. പനാമ കനാലിൻ്റെ കൺട്രോൾ അമേരിക്ക കിട്ടാൻ വേണ്ടിയാണ് ഒരു സൈനിക നീക്കത്തിലൂടെ അമേരിക്ക കൊളംബിയയിൽ നിന്നും പനാമക്ക് 1903 സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫിലാണ്. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകൾ നമ്മൾ യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ, യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സിറ്റിയിൽ കാണാൻ പറ്റും. നമുക്ക് കുറച്ച് നേരത്തിനേക്കാട് ഇത് വരികയാണെങ്കിൽ, ഒരു ദിവസം 2 ദിവസത്തിനൊക്കെ വരികയാണെങ്കിൽ ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകളാണ് ഏറ്റവും സുഖം. കാരണം നമ്മളൊരു ദിവസത്തിന് ഇതിനിപ്പോൾ ഞാൻ കൊടുത്തത് $25 $25 കൊടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷനും ഇവർ കൊണ്ടുവരുന്ന കാണിച്ചു തരും. നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാം, എവിടെ നിന്ന് വേണമെങ്കിൽ പിന്നെയും കയറാം, തിരിച്ച് അൺലിമിറ്റഡായി തിരിച്ച് കയറാം. അതാണ് ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫിൻ്റെ ഗുണം. അപ്പോൾ ഒരു ഹോപ്പ് ഓൺ ഓഫിലാണ് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പം ബെറ്റർ ഇതിനിങ്ങനെ ബസ്സിലിങ്ങനെ ഇരിക്കുകയാണ്, ഇതിൻ്റെ കാഴ്ചകൾ കാണാൻ നല്ലത്. ഈ കാണാനാണ് പസഫിക് ഓഷ്യന്, ഇപ്പുറത്തുള്ളത് അറ്റ്ലാന്റിക് ഓഷ്യൻ. അപ്പോൾ ലോകത്തിൽ ഒരേ ഒരു സ്ഥലം മാത്രമാണ് നമുക്ക് സൺറൈസ് ഒരു കടലിലും സൺസെറ്റ് വേറൊരു കടലിലും കാണാൻ പറ്റുന്നത്. ലോകത്ത് ഒറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ സൺസെറ്റ് പസഫിക് ഓഷ്യനിലാണെങ്കിൽ സൺറൈസ് അറ്റ്ലാന്റിക് ഓഷ്യനിൽ. നല്ല മഴ പെയ്തിട്ട് അത് ഇവിടുത്തെ ഒരു മ്യൂസിയമാണ് അതല്ലേ. ഇന്ന് രാവിലെ 7:30 ഇവിടെ എത്തിയത്. 7 മണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങി. 7:30 7:45 പുറത്തിറങ്ങി. ഇറങ്ങി നമ്മൾ എമിഗ്രേഷനും നല്ല മഴ കേട്ടോ. എമിഗ്രേഷനും സെക്യൂരിറ്റിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഊബർ വിളിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ നോക്കിയാൽ മൊബൈൽ തപ്പിട്ട് കാണില്ല. മൊബൈലിവിടെ പോയി വെച്ചാൽ അവിടെ ഈ കസ്റ്റംസിലൊരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ആ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി അവിടെ വെച്ചു. അതിലും പിന്നെ എടുക്കാൻ മറന്നുപോയി. പിന്നെ പുറത്തൊക്കെ ഇറങ്ങി ടാക്സി നോക്കിയപ്പോഴാണ്, ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഫോണില്ലാത്തവരാണ്. ആ കഥ പറയാം. നല്ല മഴ കേട്ടോ. ആൾക്കാരൊക്കെ താഴേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. മുകളിലാകുമ്പോൾ ഫുള്ള് ഓപ്പൺ ആയതുകൊണ്ട് വെള്ളം ഫുള്ള് ഇങ്ങോട്ട് സീറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 12 മണിക്കൂർ ട്രാൻസിറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ പനാമയിൽ കാണാനുള്ള പനാമ കനാലാണ്. പനാമ കനാലെന്ന് കാണണം. എന്താ പറയുക, ലോകത്തിലെ മോഡേൺ ലോകാത്ഭുതങ്ങളിൽ പെട്ടതാണ് പനാമ കനാൽ. അപ്പോൾ അതൊന്ന് കാണണം. അപ്പം അതിന് 1:45 അവിടെ പോയിട്ട് കാര്യമുള്ളൂ എന്ന് പറയാം. അവിടെ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക 1:45. അപ്പോൾ അതിൻ്റെ ശേഷം പോയിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. നല്ല വെള്ളം എല്ലാം വീഴുന്നു. മുകളിൽ മഴ ചെയ്തുകൊണ്ട് താഴേക്ക് പോന്നു. താഴെ ക്ലോസ്ഡ് ആണ്. ബൽബോവ എന്ന ഡിസ്ട്രിക്റ്റിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മോണുമെൻറ്റ് കണ്ടോ, ഇത് 3 പ്രാവശ്യം പനാമ പ്രസിഡൻ്റായിരുന്ന അർണുൾഫോ അരിയസ് എന്ന് പറഞ്ഞ ആളുടെ പേരിലുണ്ടാക്കിയ ഒരു മോണുമെൻ്റാണ്. അദ്ദേഹം 3 വർഷം ഭരിച്ചു എന്ന് പറഞ്ഞില്ലേ. അദ്ദേഹത്തെ അവസാനം മിലിറ്ററി പുറത്താക്കിയായിരുന്നു, ഇവിടുന്ന് ഒരു അട്ടിമറിയുടെ പുറത്താക്കിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദുർഭരണം കൊണ്ട് പൊറുതിമുട്ടിയ മിലിറ്ററി അവസാനം അദ്ദേഹത്തെ ഒരു പട്ടാള അട്ടിമറിയുടെ പുറത്താക്കിയായിരുന്നു. വീണ്ടും മുകളിലേക്ക് വന്നു. താഴെ നിറന്ന കാണൽ വീണ്ടും മുകളിലേക്ക് വന്നു. മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. വീട്ടിലൊക്കെ വെള്ളമാണ് മഴ പെയ്തപ്പോൾ.
ബിൽഡിങ്ങുകളൊക്കെ നോക്കിയാണ്. കരീബിയയിലെ ദുബായ് എന്നാണ് പനാമ അറിയപ്പെടുന്നത്. കണ്ടില്ലേ, ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകൾ, സ്കൈ സ്ക്രാപ്പേഴ്സ്. പനാമ കനാൽ കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യമാണ് പനാമ. ഇവരുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം വരുന്നത് പനാമ കനാലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ്. പിന്നെ ടൂറിസവും. ഒരു ടാക്സ് ഫ്രീ രാജ്യം കൂടിയാണ് പനാമ. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾ അവരുടെ കോർപ്പറേറ്റ് ആസ്ഥാനമായി പനാമയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പനാമേനിയൻ ബൽബോവ ആണ് ഇവിടുത്തെ ഒഫീഷ്യൽ കറൻസി. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ $ഡോളറും ഇവർ ഒഫീഷ്യൽ കറൻസിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് $ഡോളറിനെ ഒഫീഷ്യൽ കറൻസിയായിട്ട് പ്രഖ്യാപിച്ചത്. ആ രാജ്യം പനാമയാണ്. Approximately 30 minutes by walking and 30 minutes to get down. Típica entre estudiantes terminó con una cuota de 20. ആ കുന്നിൻ്റെ മുകളിൽ കാണുന്നതാണ് പനാമ കനാൽ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ്. 1914 ഇതുണ്ടാക്കിയത്. പനാമ കനാലിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നടത്തുന്നത് ഈ ബിൽഡിങ്ങിൽ വെച്ചാണ്. ഒരുപാട് പനാമേൻസ് ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ കാണുന്ന ബിൽഡിങ്ങുകൾ അമേരിക്കക്കാർ പനാമ കനാൽ ഉണ്ടാക്കാൻ വന്ന സമയത്ത് അവർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടുകളാണ്. ഇന്ന് ഇവിടെ പനാമ കനാലിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്ന കോട്ടേജ് ആയിട്ടാണ് ഇവരിത് ഉപയോഗിക്കുന്നത്. ഇവിടെ ചെറിയൊരു എയർപോർട്ട് കണ്ടു കേട്ടോ. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഫ്ലൈറ്റുകൾ കണ്ടു. അവിടെ എന്തോ ഡൊമസ്റ്റിക് എയർപോർട്ടോ ഫ്ലൈയിങ് സ്കൂളോ എന്തോ ആണ്. ഒരു ഫ്ലൈയിങ് സ്കൂളിൻ്റെ ബോർഡൊക്കെ കണ്ടു. ഒരുപാട് ചെറിയ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യണം, ടേക്ക് ഓഫ് ചെയ്യണമുണ്ട് ഇവിടെ. El 28 de enero de 1850. അങ്ങനെ ഏകദേശം 2 മണിക്കൂർ ബസ്സിൽ കറങ്ങി അവസാനം പനാമ കനാലിലെത്തി. ഇതാണ് പനാമ കനാലിലേക്കുള്ള എൻട്രൻസ്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് കൊടുത്തപ്പം ഷിപ്പ് ഇപ്പോൾ പാസ് ചെയ്യേണ്ട പെട്ടെന്ന് പോകാൻ വേണ്ടി പറഞ്ഞു. എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഐമാക്സ് വിസിറ്റേഴ്സ് സെൻ്ററൊക്കെ സെക്കൻഡ് ഫ്ലോർ ആയതുകൊണ്ട് സെക്കൻഡ് ഫ്ലോറിൽ കയറിയോട്ടെ. എക്സൈറ്റഡ് ഒരുപാട് കാലമായിട്ട് പനാമ കനാലിൽ കേൾക്കുന്നില്ല, കാണുന്നില്ല. ഞാൻ കാണാൻ പോവാണ്. മിറ ഫ്ലോറസ് പനാമ കനാൽ വിസിറ്റേഴ്സ് സെൻ്റർ എന്നാണ് ഇതിൻ്റെ പേര്. മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് കണ്ട് അതിൽ കയറിയോട്ടെ. ഞാൻ എത്തിയപ്പോഴേക്ക് വിസിറ്റേഴ്സ് സെൻറ്റർ നിറഞ്ഞു കവിഞ്ഞിരുന്നു. നിന്ന് ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി 1 ഇഞ്ച് സ്ഥലം നോക്കിയിട്ട് കാണില്ല. ഒരാൾ മാറാൻ വേണ്ടി ഒരുപാട് നേരം കാത്തു നിന്നു. ആരും മാറാത്തതുകൊണ്ട് അവരുടെ തലേൻ്റെ മുകളിൽ കൂടെ ഫസ്റ്റ് വ്യൂ കണ്ടു. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ പറയുന്നതിന് മുന്നേ പനാമ കനാലിൻ്റെ ചരിത്രവും ഇതുണ്ടാക്കാനുള്ള കാരണവും ഇത് പ്രവർത്തിക്കുന്ന രീതിയും പറഞ്ഞു തുടങ്ങാം അല്ലേ. ലോകത്ത് നടക്കുന്ന ചരക്ക് നീക്കങ്ങളിൽ 90% നടക്കുന്നത് കടൽ മാർഗമാണ്. വിമാനമാർഗവും കരമാർഗവും ചരക്ക് കടത്താനുള്ള ചെലവ് നോക്കുമ്പോൾ കടൽ മാർഗം ചരക്ക് കടത്തുന്നത് വളരെ ചെലവ് കുറഞ്ഞ രീതിയാണ്. ആദ്യകാലങ്ങളിൽ യൂറോപ്പിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ ഒരു കപ്പലിന് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ മുഴുവൻ സൗത്ത് അമേരിക്കയും കറങ്ങിയിട്ട് വേണമായിരുന്നു പോകേണ്ടത്. ഉദാഹരണത്തിന് പാരീസിൽ നിന്നും ഒരു കപ്പലിന് സാൻ ഫ്രാൻസിസ്കോ എത്തണമെങ്കിൽ മുഴുവൻ സൗത്ത് അമേരിക്കയും കറങ്ങി ഏകദേശം 4 ആഴ്ച അധികം ട്രാവൽ ചെയ്തിട്ട് വേണം അവിടെ എത്തേണ്ടിയിരുന്നത്. ഇത് ഒരുപാട് സമയനഷ്ടത്തിനും ധനനഷ്ടത്തിനും കാരണമായി. ഇതിന് പകരമായി പനാമ ക്രോസ് ചെയ്തിട്ട് ഒരു കനാൽ എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് ഫ്രഞ്ചുകാരാണ്. 1881 അവർ പണി ആരംഭിച്ചു. പക്ഷേ എഞ്ചിനീയറിംഗ് ബുദ്ധിമുട്ടുകൾ കൊണ്ടും പല അസുഖങ്ങളാൽ ഏകദേശം 22,000 തൊഴിലാളികൾ മരിച്ചതുകൊണ്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം അവർ ഈ പദ്ധതി ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ 1904 അമേരിക്ക ഈ പദ്ധതി ഏറ്റെടുക്കുകയും 1914 അവർ കനാലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്യുകയാണ്. ഇനി പനാമ കനാൽ എന്താണെന്നും അത് എങ്ങനെ പ്രവർത്തിക്കുന്നെന്നും പറയാം. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന 80 കിലോമീറ്റർ നീളമുള്ള മനുഷ്യനിർമ്മിതമായ ഒരു കനാലാണ് പനാമ കനാൽ. ലോക്കോളം കമ്പാർട്ട്മെൻറ്റുകൾ ഉപയോഗിച്ച് ഒരു സമുദ്രത്തിൽ നിന്നും കപ്പലിനെ ഉയർത്തി ഒരു മനുഷ്യനിർമ്മിത തടാകത്തിലൂടെ മറ്റേ സൈഡിൽ കൊണ്ടുപോയിട്ട് ഇതേ സംവിധാനം ഉപയോഗിച്ച് താഴ്ത്തി സമുദ്രത്തിലേക്ക് ഇറക്കി വിടുന്ന ഒരു രീതിയാണ് പനാമ കനാലിൻ്റെത്. ഇതൊരു ചെറിയ ആനിമേഷനിലൂടെ കാണിച്ചു തരാം. ഇവിടെ അറ്റ്ലാന്റിക് ഓഷ്യനിൽ നിന്ന് വരുന്നൊരു കപ്പൽ ഫസ്റ്റ് ലോക്ക് ചാമ്പറിലേക്ക് കടക്കുന്നു. അതിനുശേഷം ബാക്കിൽ ലോക്ക് ഉയർത്തുന്നു. പിന്നെ അതിൽ വെള്ളം ഫില്ല് ചെയ്യുന്നു. രണ്ടാമത്തെ ചാമ്പറിൻ്റെ ആ ഹൈറ്റിൽ വെള്ളം ഉയർത്തുന്നു. ലോക്കർ തുറന്ന് രണ്ടാമത്തെ ചാമ്പറിലേക്ക് കപ്പൽ കടക്കുന്നു. വീണ്ടും മൂന്നാമത്തെ
ചാമ്പറിൻ്റെ ഹൈറ്റിൽ വെള്ളം പോകുന്നു. ലോക്കർ തുറന്ന് കപ്പൽ മൂന്നാമത്തെ ചാമ്പറിലേക്ക് കടക്കുന്നു. വീണ്ടും വെള്ളം ഉയർത്തി അടുത്ത ഗാട്ടൂൺ ലേക്കാണ്. ആ ഗാട്ടൂൺ ലേക്കിൻ്റെ ഹൈറ്റിൽ കപ്പൽ പൊക്കിയിട്ട് ഗാട്ടൂൺ ലേക്കിലേക്ക് കപ്പൽ കടക്കുന്നു. ഈ ഗാട്ടൂൺ തടാകം ഒരു മനുഷ്യനിർമ്മിത തടാകമാണ്. തടാകത്തിലൂടെ മുന്നോട്ട് പോകുന്ന കപ്പൽ ആദ്യത്തെ ലോക്ക് കടന്നിട്ട് ആദ്യ ചാമ്പറിലേക്ക് കടക്കുന്നു. മുമ്പ് ചെയ്തതിൻ്റെ നേരെ വിപരീതമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ആദ്യത്തെ ചാമ്പറിൽ നിന്നും വെള്ളം താഴ്ത്തുന്നു. അടുത്ത മെറോഫ്ലോറസ് ലേക്കിലേക്ക് കപ്പൽ കടക്കുന്നു. നമ്മളിപ്പോൾ മെറോഫ്ലോറസ് ലേക്കിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. വീണ്ടും മെറോഫ്ലോറസ് ലേക്ക് കടന്നിട്ട് അടുത്ത ചാമ്പറിലേക്ക് കടക്കുന്നു. വെള്ളം വീണ്ടും താഴ്ത്തുന്നു. അടുത്ത ചാമ്പറിൽ നിന്ന് നേരെ വരുന്നത് പസഫിക് ഓഷ്യൻ്റെ ആ ലെവലിലേക്കാണ്. ആ ലോക്കറും തുടർന്ന് കപ്പലിനെ പസഫിക് സമുദ്രത്തിലേക്ക് കടത്തിവിടുന്നു. അതാണ് പ്രോസസ്സ്. മിറാഫ്ലോറസ് ലേക്കിലാണ് ഇപ്പോൾ ഷിപ്പ് ഉള്ളത്. വെള്ളത്തിൻ്റെ ലെവലുണ്ടല്ലോ, നല്ല ഹൈറ്റിലാണ് വെള്ളം ഉള്ളത്. ഇനി ഇവിടുന്ന് താഴ്ത്തിയിട്ട് വേണം അടുത്ത ചാമ്പറിലേക്ക് കപ്പലിനെ എത്തിക്കാൻ. കനാല് ക്രോസ് ചെയ്യുന്ന ഇന്നത്തെ ആദ്യത്തെ ഷിപ്പാണിത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ ഉണ്ടല്ലേ, ഇത് താഴ്ത്തി കൊണ്ടുവരികയാണ്. ഇനി താഴെയുള്ള രണ്ടാമത്തെ ചേമ്പറിൻ്റെ ആ ലെവലിൽ എത്തിക്കും. എന്നിട്ടാണ് ഈ ഗേറ്റ് തുറക്കുക. വെള്ളം താഴ്ത്തിയതിന് ശേഷം ഈ 2 ലോക്കർ തുറന്നാണ് അടുത്ത ചാമ്പറിലേക്ക് കപ്പലിനെ ഇറങ്ങുന്നത്. 18 feet of diameter, those tunnels, and the gravity pushed the water through the manholes, through the tunnels to the lower. 2 minutos para ir a compuertas. 2 ഗേറ്റും തുറക്കണം. വെള്ളം ലെവലായി ഞാൻ 2 ഗേറ്റും തുറന്നിട്ട് ഷിപ്പാണ് പാസ് ചെയ്യുക. ഈ ഗേറ്റുകൾ തുറക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോൻ്റെ സ്പീഡ് 2 times കൂട്ടിയിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് തുറക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഒരുപാട് ടൈം എടുത്തിട്ട് തുറന്ന് ഒരുപാട് നേരം അവിടെ നിന്നിട്ടാണ് ഗേറ്റ് ഫുള്ളായിട്ട് തുറക്കുന്നത് കണ്ടത്. ഗേറ്റ് മുഴുവനായി തുറന്ന് കപ്പലിനെ കടത്തിവിടാൻ റെഡിയായി. ഈ പനാമ കനാലിൽ 8500 സ്റ്റാഫ് വർക്ക് ചെയ്യേണ്ടി വരും. ആഴ്ചയിലെ 7 ദിവസവും 24 മണിക്കൂറും കൊല്ലത്തിലെ 365 ദിവസവും ഒരു സ്റ്റോപ്പും ഇല്ലാതെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് പനാമ കനാൽ. കണ്ടോ, ഗേറ്റ് തുറന്നതിന് ശേഷം ഈ വരുന്ന ടഗ് ബോട്ട് മുന്നിലേക്ക് ആദ്യം വരുന്നു. എന്നിട്ട് അവിടെ തടസ്സങ്ങളൊന്നുമില്ല, അവിടെ ഫുള്ള് ക്ലിയർ ആണെന്ന് വരുത്തിയതിന് ശേഷം മാത്രമേ കപ്പലിനെ കടത്തിവിടൂ. ഈ ടഗ് ബോട്ടിന് പിന്നാലെ കപ്പൽ മൂവ് ചെയ്യാൻ തുടങ്ങി. കപ്പലിൻ്റെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ 2ഉം റൈറ്റ് സൈഡിൽ 2ഉം ബാക്കിലും അതേപോലെ ഈ ലോക്കോമോട്ടീവ്സ് ഉണ്ട്. നമ്മളെ തീവണ്ടിൻ്റെ ഒക്കെ എൻജിൻ പോലത്തെ സംഭവങ്ങളുണ്ട്. അതാണ് കപ്പലിനെ 2 സൈഡിലേക്കും പോവാതെ കൺട്രോൾ ചെയ്യുന്നത്. 2 സൈഡിലും പോയിക്കുകയാണെങ്കിൽ കപ്പലിനും ഈ കനാലിൻ്റെ ചുമരിനും ഡാമേജ് ഉണ്ടാകുന്നത് വെച്ചിട്ട് ഈ ലോക്കോമോട്ടീവ്സാണ് കപ്പലിനെ കൺട്രോൾ ചെയ്യുന്നത്. Utilizando los motores de 290 caballos de fuerza, 100% eléctricas, utilizando voltaje de 480. Both using 2 engines, 290 horsepower. And as you can see the flag behind, the beautiful head flag behind. അങ്ങനെ ഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവസാനത്തെ ചാമ്പറിലേക്ക് എത്തി. ഇനി ഈ ഗേറ്റ് ക്ലോസ് ചെയ്യും.
ഈ ഗേറ്റ് ക്ലോസ് ചെയ്താണ് കാണുന്നത്. ആ ഗേറ്റിൻ്റെ അപ്പുറത്ത് അറ്റ്ലാന്റിക് ഓഷ്യനാണ്. കപ്പലയില വന്ന് ഇതിലേക്ക് ഇറക്കി വെള്ളം താത്തി കൊടുത്ത് നേരെ ഇങ്ങനെ പോയി 8 മിനിറ്റ് കൊണ്ട് കപ്പൽ കണ്ടില്ലേ പസഫിക് ഓഷ്യനിലെത്തി. നോക്കിക്കേ അപ്പുറത്തുകൂടെ ഉണ്ട് ആ ഒരു വേറെ ഷിപ്പ് ക്രോസ് ചെയ്യുന്നില്ലേ, അത് വലിയ ഷിപ്പാണ്. അത് ഇതിൽ കൂടെ പോകില്ല. ഇത് 2016 എക്സ്പാൻഡ് ചെയ്താണ്. അത് പുതിയതാണ്, ഏറ്റവും വലിയ കനാലാണ്. അതിൽ വീണ്ടും വെള്ളം നിറയ്ക്കാണ്ടല്ലേ, വെള്ളം ഇങ്ങനെ എത്ര പെട്ടെന്ന് പൊങ്ങി വരുന്ന നോക്കിയാൽ അടുത്ത ഷിപ്പ് വരാനുള്ള ടൈം ആയതുകൊണ്ട് ഇത് ഫില്ലാക്കിയിട്ട് അടുത്ത ഷിപ്പിനോട് തുറന്നു വിടും. അപ്പോഴത്തേന് ഇവിടെ ഒന്നുകൂടി ഈ ഷിപ്പ് ഒന്നുകൂടി താഴ്ന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകും. അല്ല അവിടെ ഗേറ്റ് തുറന്നു, ഇനി ഷിപ്പാണ് പാസ് ചെയ്യാം ഇതില്ലേ. അപ്പോൾ വെള്ളം ലെവലായി, ഇനി ഷിപ്പ് പസഫിക് ഓഷ്യനിലേക്ക് കണ്ട് കടന്നു പോകും. ഈ പനാമ കനാൽ അല്ലെങ്കിൽ 4 ആഴ്ച അധികം ട്രാവൽ ചെയ്യേണ്ടി വരും ഷിപ്പൊക്കെ. ഓക്കെ, മില്യൺ കണക്കിന് ഡോളർ എക്സ്ട്രാ ചിലവാകും. അപ്പോൾ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറിംഗ് മാർവൽ തന്നെ ഉണ്ടത്. ഓക്കെ, ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ തലന്നാലോചിച്ചൊക്കെ അല്ല 3 സ്റ്റെപ്പായിട്ടാണ്. അവിടെ ഒരു സ്റ്റെപ്പ്, അവിടെ നിന്നൊരു സ്റ്റെപ്പ്, ഇവിടെ ഒരു സ്റ്റെപ്പ്, അത് 3ാമത്തെ സ്റ്റെപ്പ്. 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ കപ്പലൊക്കെ പസഫിക് ഓഷ്യനിലേക്കാണ് പോകും. അങ്ങനെ അവസാനത്തെ ലോക്ക് ചാമ്പറും കടന്ന് ഷിപ്പ് പസഫിക് ഓഷ്യനിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ആ ഷിപ്പ് പസഫിക് ഓഷ്യനിലെത്തി. ഓക്കെ, ഇനി ആ കപ്പൽ പസഫിക് ഓഷ്യനിലൂടെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇങ്ങനെ പോകും. ഉണ്ടല്ലേ, അങ്ങനെ ഒരുപാട് കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു പനാമ കനാൽ കാണാമെന്ന്. അത് കണ്ടു. അങ്ങനെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരു സംഭവം കൂടി ടിക്കറ്റും. ഇനി ഇവിടെ ഐമാക്സിലൊരു മൂവി ഉണ്ട് കേട്ടോ, ഈ പനാമ കനാൽ ഉണ്ടാക്കാനും പറ്റിയൊരു മൂവി ഉണ്ട്. അത് ഈ ടിക്കറ്റിൻ്റെ ഇവിടുന്ന് വാങ്ങുന്ന ടിക്കറ്റിൻ്റെ കൂടെ ഫ്രീ ആണ്. അപ്പോൾ അതും കൂടി കണ്ടിട്ടാണ് പോണത്. 1913 ഉണ്ടാക്കിയാണ്. ഉണ്ടാക്കിയ സ്റ്റോറി ഞാൻ പറയാം കേട്ടോ. 1000കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്ന ടൈമിൽ. ആ കഥകൾ പറയാം. പനാമ കനാലിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ടൈമിലുള്ള അവസ്ഥയാണ് അതുങ്ങൾക്ക്. അങ്ങനെയാണ് അവർ പണിയെടുത്തത്. അന്ന് ഉപയോഗിച്ചിരുന്ന മെഷീനറിൻ്റെ ഒക്കെ മോഡലുകളാണിത്. ഏകദേശം 13,000 ട്രാൻസിറ്റ് ആനുവൽ, 13,000 ഷിപ്പുകൾ ഒരു കൊല്ലം കടന്നു പോകേണ്ടത് കൂടെയാണ്. ഈ കപ്പലുകളൊക്കെ പോകുന്നത് കണ്ടെയ്നർ ഷിപ്പ്, LPG ടാങ്കർ, ബൾക്ക് കാരിയർ, ടാങ്കർ, കെമിക്കൽ ടാങ്കർ, പാസഞ്ചർ ഷിപ്പ്, വെഹിക്കിൾ കാരിയർ. ഇവിടെ ഒരു വാച്ച് ടവർ കൂടെ ഉണ്ട് കേട്ടോ. അതിന് മുകളിൽ പോയോട്ടെ. സെയിം വ്യൂ തന്നെയാണ്, നല്ലതൊന്നും പോയോട്ടെ. 2 പ്ലാറ്റ്ഫോം ഉണ്ട് ഉണ്ടല്ലേ. A containerized cargo vessel moving forward in expanded lane of the Panama Canal. അറ്റ്ലാന്റിക് ഓഷ്യനാണ് ആ കാണുന്നത്. ഒരു വെസൽ അടുത്ത വെസൽ വരാൻ റെഡി ആയി നിൽക്കുന്നുണ്ടല്ലേ. അതിങ്ങനെ വന്നിട്ട് ഇതേമാതിരി നേരത്തെ കപ്പൽ പോയ മാതിരി ഇങ്ങനെ പോകും. ഐമാക്സിൽ പോയോട്ടെ, അവിടെ മൂവി ഉണ്ട്. ഇനി പനാമ കനാലിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലേ. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറിയത് നമ്മൾ ഐമാക്സിലേക്കുള്ള വഴിയാണിത്. എത്ര മണിക്കാണ് മൂവി പറഞ്ഞതെന്ന് ഓർമ്മയില്ല, പോയി നോക്കട്ടെ. ആണ് 3D ഗ്ലാസ്സൊക്കെ തോന്നുന്നുണ്ട്. ഐമാക്സിനുള്ളിലെത്തി. ഇതാണ് സ്ക്രീന്. We can take you from a pin drop to the thunder of a jet engine. So sit back and get ready to enjoy an unparalleled movie experience. ഐമാക്സിൽ നിന്ന് മൂവി ഉണ്ടിറങ്ങി. മൂവി എല്ലാം ഡോക്യുമെൻ്ററിയാണ്, പക്ഷെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എന്ത് രസമാണ് കാണാൻ. അതിൻ്റെ ചരിത്രം ഫുള്ള് പറഞ്ഞിട്ട് മോർഗൻ ഫ്രീമാനാണ് സൗണ്ട് കൊടുത്തത്. ആ സൗണ്ടും ഐമാക്സിലെ 3D എഫക്റ്റെല്ലാം കൂടി സൂപ്പർ. ഓ എന്താ രസം എന്നറിയാം. ഇനി എങ്ങനെ എക്സിറ്റ് പുറത്ത് കിടക്കില്ല, എങ്ങനെ നോക്കട്ടെ. അപ്പോൾ അതാണ് പനാമ കനാൽ. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ വന്ന ഹോപ്പ് ഓൺ ഓഫ് ബസ് വരും. അതിൽ കയറിയിട്ട് സിറ്റി സെൻറ്ററിൽ പോകണം. സിറ്റി സെൻറ്ററിൽ നിന്ന് ഊബർ വിളിക്കണം എയർപോർട്ടിലേക്ക്. ഇത് കണ്ടില്ലേ, കണ്ടെയ്നർ കയറ്റി പോകുന്ന ട്രെയിനാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു സൈഡിൽ പസഫിക് ഓഷ്യനും ഒരു സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യനും. അത് ക്രോസ് ചെയ്യാൻ, പനാമ കനാലിലൂടെ ക്രോസ് ചെയ്യാൻ ചാർജ് വരുന്നത് $60,000 മുതൽ $3,00,000 വരെയാണ്. ഈ ചിലവ് ഒഴിവാക്കാൻ വേണ്ടി ഒരു സൈഡിലെ പോർട്ടിൽ വന്ന കണ്ടെയ്നേഴ്സ് ഇങ്ങനെ ട്രെയിനിൽ കയറ്റിയിട്ട് അടുത്ത ഓഷ്യനിലുള്ള പോർട്ടിലേക്ക് ഇങ്ങനെ കടത്തുന്നു. ഇതിന് ഡ്രൈ കനാൽ എന്നാണ് പറയുക.
തെങ്ങ് നോക്കിയാണ് നമ്മുടെ നാട്ടിലെ മാതിരി. അപ്പോൾ 2 കഥ പറയാൻ ബാക്കിയുണ്ടല്ലേ. ആദ്യം പറഞ്ഞ ഫോണ് പോയ കഥയും രണ്ടാമത് പറഞ്ഞ പനാമ കനാൽ ഉണ്ടാക്കിയ കഥയും. അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചാനലിട്ടുണ്ട്. അപ്പോൾ ചാനലൊന്ന് കയറി നോക്കുക. അപ്പോൾ ഈ ചെറിയ പനാമ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പേജ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.